അത് യു കെയിലും ഒബ്വിയസ്ലി നമുക്കൊരു 6 lakhs ഉണ്ടെങ്കിൽ യു കെയിൽ പോകാം എന്നുള്ളൊരു ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങി. സോ അതിലൊരു സത്യാവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ? As a specialist of Ireland who have done like almost like 100+ counseling recently, so what do you think, Ramya, ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്താണ് അയർലാൻഡിൽ? And what are the trending courses right now in Canada? കാനഡയിൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് കുറച്ച് പ്രോഗ്രാംസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, ഈ ഫീൽഡിലോട്ടൊക്കെ ഇപ്പോൾ കറൻ്റ്ലി ലേബർ ഷോർട്ടേജിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. കമ്മിങ് ടു കാനഡ നമുക്ക് കൂടുതൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു കാഷ്യർ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ജോലിക്ക് കയറുന്നത്. ലൈക്ക് ഇപ്പോൾ പല സ്റ്റുഡൻസും പറയുന്നത് കേൾക്കാം, എനിക്കിവിടെ ഇങ്ങനെ എന്താ പറയുക, ഒരു കഫറ്റേരിയ അവിടെ കൂടുതലും അക്കൗണ്ട്സിലോ കാഷ്യറോ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതലും ഓപ്ഷൻസ് കിട്ടുക. So let's begin with Anjali, like our Canada specialist. So Anjali, ഇപ്പോൾ കാനഡയിൽ എന്താ സംഭവിക്കുന്നത്? കാനഡയിൽ ഇപ്പോൾ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ കറണ്ട് ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ പല സ്റ്റുഡൻസിനും പല എന്താ പറയുക കൺഫ്യൂഷൻസ് ആണ്. ലൈക്ക് കാനഡ ചൂസ് ചെയ്യണോ വേണ്ടയോ? യെസ്, ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ലൈക്ക് ഒരു SDS കാറ്റഗറി ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം എന്ന് പറയും. അതിപ്പോൾ കറൻ്റ്ലി നിർത്തലാക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിന് പലർക്കും ഇനി വിസ ഫയൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം എന്ന് പറയുന്നത് 1 year ട്യൂഷൻ ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസ് കാണിക്കുക, ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻറ് ഡയറക്റ്റ് സ്ട്രീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കത് വേണ്ട, അതായത് കംപ്ലീറ്റ്ലി അത് നിർത്തലാക്കി. ഇനി എല്ലാ ഫയൽസും ജനറൽ വിസയിലായിരിക്കും ഫയൽ ചെയ്യാൻ പോവുക. അപ്പോൾ അത് സ്റ്റുഡൻസിന് കുറച്ചും കൂടെ നല്ല പ്രൊഫൈൽസ് കയറാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണോ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ പല സ്റ്റുഡൻറ്റ്, ഇപ്പോൾ എനിക്കൊരു സ്റ്റുഡൻറ്റ്, ആ കുട്ടിക്ക് പൈസ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് വേറെ കൺട്രി പൈസ കുറഞ്ഞത് നോക്കാനായിരുന്നു താല്പര്യം. പക്ഷെ ആൾക്ക് താല്പര്യം കാനഡയാണ് പഠിക്കാനായിട്ട്. ആള് എടുക്കാൻ പോകുന്ന കോഴ്സ് ഒരു അഗ്രികൾച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. പക്ഷെ ആൾക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടുള്ള കാരണം വേറൊരു കൺട്രി ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ഫീസ് അടയ്ക്കേണ്ട. ഹാഫ് ഓഫ് ദി എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസയ്ക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ലിവിങ് കോസ്റ്റ് ഇപ്പോൾ കറന്റ് കാണിക്കുന്ന രീതിയിൽ തന്നെ കാണിക്കാം. പക്ഷെ ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നാട്ടിൽ ഫിക്സഡ് ആയിട്ട് കാണിച്ചാലും മതി. ഒരു 4 months മെച്ചോർഡ് എമൗണ്ട് കാണിച്ചാൽ മതി. ഓക്കെ. സോ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ഒരു കഴിഞ്ഞൊരു ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോഴും കോൺസുലേറ്റ്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ അവർ ക്യാപ്പിംഗ് കൊണ്ടുവന്നു. ലൈക്ക് സ്റ്റുഡൻസിന്റെ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ക്യാപ്പ് ഉണ്ട്, അവരുടെ വിസ ആക്സെപ്റ്റൻസിന് ഒരു ക്യാപ്പ് ഉണ്ട്. പിന്നെ നേരത്തെ ഒണ്ടാരിയോയിൽ കുറച്ച് അക്കോമഡേഷൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ എല്ലാവരും ഈ കാനഡയിൽ നിന്നും അല്ലെങ്കിൽ UK അല്ലെങ്കിൽ അയർലാൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ അഞ്ജലി പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് പോസിറ്റീവ് ആണ്. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി എ വെരി ഗുഡ് ന്യൂസ് ഫോർ ദി സ്റ്റുഡൻസ്. സോ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇൻടേക്സ് ഏതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്? നമുക്ക് ഇനിയിപ്പോൾ കറന്റ്ലി വരാൻ പോകുന്നത് ജനുവരി ഓൾമോസ്റ്റ് ഫില്ലായി. ഇനിയിപ്പോൾ നമുക്ക് ജനുവരി ഇൻടേക്ക് നോക്കാൻ പറ്റില്ല. മെയ് ആൻഡ് സെപ്റ്റംബർ ഓപ്പൺ. ഇപ്പൊ കറന്റ്ലി വിസ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണോ? അതെ, നടന്നുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ഓൾമോസ്റ്റ് ഡൺ. ലൈക്ക് ഓൾറെഡി വിസ ഫയലിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫയൽ ചെയ്യുകയാണെങ്കിലും അത്രയും പേയ്മെന്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ഇപ്പോൾ ലോൺ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. So like lot of students are now moving on to UK and Ireland. Okay, so coming to UK, like what do you think, Neo? ഈ ഒരു ഇഷ്യൂസ് കാനഡയിൽ നടക്കുന്ന ഇഷ്യൂസ് എല്ലാം UK-ലേക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഒരു UK സ്പെഷ്യലിസ്റ്റ് എന്ന രീതിയിൽ നിയോന് എന്താണ് അതിന് ഇപ്പോഴത്തെ ഒരു സിനാരിയോ പറയാനുള്ളത്? Are you taking a lot of students from Anjali? ഇല്ല, അങ്ങനെ ഇല്ല. ലൈക്ക് സ്റ്റുഡൻസ് ആർ ഇൻട്രസ്റ്റഡ് ഫോർ കാനഡ വിൽ ഓൾവേസ് ഗോ ടു കാനഡ. UK-ലേക്ക് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ സെക്കൻഡ് ഓപ്ഷൻ ആകാം. ചിലവർക്ക് UK-ലേക്ക് പോകണമെന്ന് താല്പര്യമുള്ള പിള്ളേർ മാത്രമായിരിക്കും. UK-ലേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി നോക്കുന്ന പിള്ളേരാണ്. ലൈക്ക് ചിലവർക്ക് IELTS വേണ്ട, ചിലവർക്ക് ഫീസ് ഒരുപാട് കാണിക്കേണ്ട. കോഴ്സ് ഡ്യൂറേഷൻ ഈസ് ഓൾസോ വെരി ലെസ്. 1 year ഉള്ളൂ. 1 year വരുന്നുള്ളൂ. മാസ്റ്റേഴ്സ് ഡിഗ്രി കൈക്കലാക്കാം. ലൈക്ക് ഇപ്പോൾ ഈ ഒരു ഇൻടേക്കിന് പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ അടുത്ത പോലെ ഈ സമയത്താകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കയ്യിലുണ്ടാകും. അതൊരു റെപ്യൂട്ടഡ് UK യൂണിവേഴ്സിറ്റീസിൽ നിന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും പിള്ളേർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കമ്മിങ് ടു അഫോർഡബിലിറ്റി, ലൈക്ക് ഇപ്പോൾ കാനഡയിൽ ഒരുപാട് ഇപ്പോൾ അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓക്കെ, അവിടെ കുറഞ്ഞ ഫീസിൽ പഠിക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് UK-യിലും ഒബ്വിയസ്ലി നമുക്കൊരു 6 lakhs ഉണ്ടെങ്കിൽ UK-യിൽ പോകാം എന്നുള്ളൊരു ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങി. സോ അതിലൊരു സത്യാവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ? UK-യുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും നെറ്റ് ട്യൂഷൻ ഫീസ് വരില്ല. ലൈക്ക് സ്കോളർഷിപ്പ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വരുന്നത് ഒരു പർട്ടിക്കുലർ എമൗണ്ട്, സേ 15,000 pounds. അത് എല്ലാം കൂടെ കൊടുത്തിട്ട് കയറി പോകേണ്ട ആവശ്യമില്ല.
നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഡിപ്പെൻഡിങ് അപ്പോൾ ദി യൂണിവേഴ്സിറ്റി. ചില യൂണിവേഴ്സിറ്റികൾ 3 ലക്ഷം അടച്ചിട്ട് കയറി പോകാൻ പറ്റും, ചില യൂണിവേഴ്സിറ്റി 5 ലക്ഷം അടച്ചിട്ട് കയറി പോകാൻ പറ്റും, ചില യൂണിവേഴ്സിറ്റികൾ 8 ലക്ഷം അടച്ചിട്ട് കയറി പോകാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൾ ദി യൂണിവേഴ്സിറ്റി നമ്മൾ എത്രയാണോ അടച്ചിട്ട് പോകുന്നത് അത് മാത്രം നമ്മുടെ കയ്യിൽ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു 10 ലക്ഷം കയ്യിലുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ കയറി UK പോകാൻ പറ്റും. ഒരു 8 ലക്ഷം കയ്യിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ കയറി UK പോകാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫീസ് എന്തായാലും അവർ തന്നെ മാനേജ് ചെയ്ത് കണ്ടുപിടിച്ച് അടക്കണം. UK ഇപ്പോൾ പാർട്ട് ടൈം ജോബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്ത് അടക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ഫ്ലെക്സിബിലിറ്റി നോക്കിയിട്ടും കൂടെ പിള്ളേർ ഒരുപാട് പേര് പോകുന്നുണ്ട്. ആസ് ഒബ്വിയസ്ലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ നമുക്ക് വന്നിട്ട് ഉള്ളത് നോക്കിയാലും നമുക്ക് UK ഇൻട്രസ്റ്റ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇവൻ കുറേ കാനഡ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും വന്നിട്ടുണ്ട്. ലൈക്ക് മാക്സിമം ലൈക്ക് അഞ്ജലി ഈസ് ട്രൈങ് ടു കൺവേർട്ട് ദം ടു കാനഡ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ലൈക്ക് വാട്ട് യു സീ ആൻ അഡ്വാൻറ്റേജ് ഓവർ ദർ ടു മേക്ക് ദം ടു പുട്ട് ആപ്ലിക്കേഷൻസ് ഓൺ UK? നിലവിലത്തെ കാനഡയുടെ പ്രശ്നവും അല്ലെങ്കിൽ UK പ്രശ്നവും വരുന്നുണ്ട്. ലൈക്ക് ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ UK കഴിഞ്ഞ വർഷം സ്പൗസസ് എടുത്ത് മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഈ വർഷത്തെ പിള്ളേർക്ക് സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ലിവിങ് എക്സ്പെൻസ് കൂട്ടുന്നുണ്ട്. സോ അവരുടെ ഗവൺമെന്റ് ഇറക്കുന്നൊരു പോളിസി കാരണം ഇപ്പോൾ കാനഡയാണെന്നുണ്ടെങ്കിലും പണ്ട് എന്തോരം പിള്ളേരെ കാനഡയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ UK അപ്പോൾ ആർക്കും അറിയാനും കൂടെ പാടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഗവൺമെന്റ് ഇറക്കിയ ഓരോരോ ഇതിനകത്തു നിന്ന് ഒരു ക്ലാരിറ്റി വരാതെ അല്ലെങ്കിൽ ക്ലാരിറ്റി എടുക്കാതെ ക്ലാരിറ്റി മനസ്സിലാകാതെ പിള്ളേർ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ UK എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര എളുപ്പമാണ്. സ്പൂൺ ഫീഡ് ചെയ്യണ പോലെ അവർക്ക് കയറി പോകാൻ പറ്റും. ഏത് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ആണ് ശരിക്കും UK പ്രിഫർ ചെയ്യേണ്ടത്? ലൈക്ക് ഇപ്പോൾ സ്റ്റുഡൻറ് ഇസ് കമ്മിങ് ടു യു ഈസ് ലിറ്റിൽ കൺഫ്യൂസ്ഡ്, കാനഡ വേണോ UK വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനോട് കൂടിയിട്ട് ഒരു വരുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഫൈലിംഗ് എങ്ങനെയായിരിക്കും നീയോടെ? IELTS എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് UK വെക്കുക. ഓക്കെ, ഫൈനാൻസസ് ഒരുപാട് എടുക്കാനായിട്ട് പറ്റില്ല. ബേസിക് ക്രൈറ്റീരിയ. വാട്ട് യു സേ അഞ്ജലി? അത് തന്നെയാണ്. ലൈക്ക് UK കാനഡയിൽ IELTS waiver ഇല്ല അല്ലേ? waiver ഇല്ല. So that is one major reason. Like most of the Malayali students, as you know, they don't want to write IELTS. Yes. Yeah, so those students can come to UK and those who are willing to write IELTS can go to Canada. Yes. അതേപോലെയാണ് Ireland. Like Ireland is something it's having the best time right now. കാരണം കാനഡയിൽ capping issue ഉണ്ട്, diplomatic issues ഉണ്ട്, UK-ലാണെങ്കിൽ spouse visa issues ഉണ്ട്. So now everyone are looking forward for Ireland. Ireland is a beautiful country. So as a specialist of Ireland who have done like almost like 100+ counseling recently, so what do you think, Remya? ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്താണ് അയർലാൻഡിൽ? അയർലൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ കൺട്രിയാണ്. വേൾഡിൽ തന്നെ 5th മോസ്റ്റ് ഫ്രണ്ട്ലി കൺട്രി എന്നാണ് അറിയപ്പെടുന്നത്. അതുമല്ല UK കാനഡ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ക്രൈം റേറ്റ്, റോബറി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. സോ കുറച്ചും കൂടി പീസ്ഫുൾ ആണ്. പിന്നെ 1 ഇയർ കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 2 ഇയർ സ്റ്റേ ബാക്ക് ഉണ്ട്. അത് കാനഡ UK കമ്പയർ ചെയ്യുമ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കൊരു 2 ഇയർ ക്രിട്ടിക്കൽ സ്കിൽ വിസയിൽ നിന്ന് കഴിഞ്ഞാൽ PR കിട്ടും. അതുതന്നെ വിത്തിൻ 5 to 6 ഇയേഴ്സിനുള്ളിൽ അവർക്ക് സിറ്റിസൺ ആവാൻ പറ്റും. അത് മാത്രമല്ല അയർലൻഡ് നേരത്തെ UK പാർട്ടായിരുന്നു. സോ പിന്നീട് അത് ഡിവൈഡായിട്ട് വന്നതാണ്. സോ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ് വരുന്നത്. അത് മാത്രമല്ല അയർലൻഡ് യൂറോപ്പിൽ പെട്ടൊരു കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ ബട്ട് ശെങ്കൻ കൺട്രി അല്ല എങ്കിലും അവർക്ക് യൂറോപ്പ് മാർക്കറ്റിലേക്ക് അവർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ട്രാവൽ ചെയ്യാനും പർച്ചേസിനൊക്കെ പോകാനായിട്ട് പറ്റും. പിന്നെ കമ്പാരിറ്റീവ്ലി ഫീസ് കുറവാണ് അയർലൻഡിൽ, ലിവിങ് എക്സ്പെൻസും കുറവാണ്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു 9 lakhs ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാസ്റ്റേഴ്സ് അയർലൻഡിൽ 1 ഇയർ കൊണ്ട് എടുക്കാൻ പറ്റും. പിന്നെ പാർട്ട് ടൈമിൻ്റെ കേസ് ആണെങ്കിലും 20 hours പെർ വീക്കും സമ്മർ വെക്കേഷന് 40 hours അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സ്പൗസിനെ കൊണ്ടുപോകേണ്ട സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് ക്രിട്ടിക്കൽ സ്കിൽ വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പൗസിനെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റും. Oh, great. So there are a lot of advantages. Like coming to the part-time jobs, like recently there was an update with Canada, like 24 hours work and opportunity. അതെ. Like how are students reacting to that? നല്ലൊരു കാര്യമാണത്. ലൈക്ക് 20 hours നിന്ന് 24 hours ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ഒരാഴ്ച അവർക്ക് 24 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു മണിക്കൂർ എമൗണ്ട് കിട്ടുന്നത് ഒരു 24 hours ആകുമ്പോൾ അവർക്ക് ഏകദേശം ഒരു മാസം നല്ല രീതിയിലൊരു എമൗണ്ട് ഇൻകം കിട്ടുന്നുണ്ട്. അതിപ്പോൾ പല സ്റ്റുഡൻസിനും നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ UK നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോർത്തേൺ അയർലാൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, സ്കോട്ട്ലാൻഡ് ഉണ്ട്, ലാൻഡിലുണ്ട്. ഇപ്പോൾ കാനഡ ആണെങ്കിൽ there are like almost 10 provinces and 3 territories. So like how are students approaching those? Like are there students who are coming and saying എനിക്ക് ഒണ്ടാരിയോ വേണം, ഇല്ലെങ്കിൽ മോൺട്രിയൽ വേണം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രൊവിൻസസ് വേണം, അങ്ങനെ അവർ ചോദിക്കുന്നുണ്ടോ? അതോ like they are aware about all these things? മിക്ക സ്റ്റുഡൻസിനും അവെയർ ആണ്. ലൈക്ക് ഏതൊക്കെ പ്രൊവിൻസിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഇപ്പോൾ കാനഡ ചൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾമോസ്റ്റ് അറിയാം. മലയാളീസ് പോകുന്നത് ഏത് പ്രൊവിൻസസ്? ടൊറന്റോ, ഒണ്ടാരിയോ. Why is there any reason? നമുക്ക് അവിടെ കുറച്ചും കൂടെ അക്കോമഡേഷൻ കുറച്ച് ഫീസിബിൾ ആണ്. ലൈക്ക് അവിടെ ഫീസ് കുറവാണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കും അവിടെ കുറവാണെന്ന്, പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ
പാർട്ട് ടൈം അവൈലബിലിറ്റീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് കൂടുതലും ടൊറൻറ്റോ തന്നെയാണ് ചൂസ് ചെയ്യാറ്. Yeah. Coming to the UK, like how are students choosing a place? Like London, little expensive. If you go outside London, it's little expensive. അതായത് രണ്ട് തരത്തിലാണ് അവിടെ ലിവിങ് എക്സ്പെൻസ് വന്നത്. വൺ ഇൻസൈഡ് ലണ്ടൻ, അതായത് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചിയിലെ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ടർ ലണ്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഔട്ടർ ലണ്ടൻ ഒട്ടും ബാഡ് ആണെന്നുള്ള രീതിയിലല്ല. മേജർ സിറ്റി ലണ്ടനാണ്. ബർമിംഗം, ഗ്ലാസ്ഗോ, മാഞ്ചസ്റ്റർ, ലിവർപൂൾ ഇതൊക്കെ മേജർ സിറ്റീസ് തന്നെയാണ്. പക്ഷേ കമ്പയർഡ് ടു ലണ്ടൻ ചെറുതാണ്. സോ ലണ്ടൻ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റിയാണ്. അവിടെ അതേ ഹാപ്പനിങ് ആകുമ്പോഴത്തേക്കും ഒരുപാട് ജോലി സാധ്യതകൾ, കാര്യങ്ങൾ, എക്സ്പോഷർ കൂടുതലാണ്. അപ്പോൾ അവിടേക്ക് പിള്ളേർ പോകുന്നതെന്ന് വെച്ച് How കഴിഞ്ഞാൽ about other places compared to Scotland, Northern Ireland? അവിടെ എന്താ പറയുക, ലണ്ടൻ അത്ര ഹാപ്പനിങ് അല്ല. ഇപ്പോൾ ഗ്ലാസ് ചോദിച്ചു വരുന്നുണ്ടോ സ്റ്റുഡൻസിലേക്ക് എനിക്ക് സ്കോട്ട്ലാൻഡിൽ പോകണം? പർട്ടിക്കുലർ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഏകദേശം 190+ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലുള്ള കോഴ്സ് തന്നെ ആയിരിക്കും ഏകദേശം അപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പോൾ ഡിപ്പെൻഡിങ് അവർ തന്നെ യൂണിവേഴ്സിറ്റി ബ്രാഞ്ചസും നമുക്ക് സ്കോട്ട്ലാൻഡിൽ കാണാം, ലണ്ടനിൽ കാണാം. സ്കോട്ട്ലാൻഡിൽ ബ്രാഞ്ച് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ലണ്ടനിലും ബ്രാഞ്ച് ഉണ്ടാവും. കാരണം ഫീസ് ഡിഫറൻസസ് വരുന്നുണ്ടോ? ചെറിയ തോതിൽ. ബട്ട് സ്റ്റിൽ എവിടെയാണ് കൂടുതൽ, എവിടെയാണ് കുറവ്? ഔട്ടർ ലണ്ടൻ ആയിരിക്കും കുറവ്. ഓക്കെ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അൾസ്റ്റർ QA ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ ബർമിംഗമിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 18,000 pounds ആണ് വരുന്നത്. അത് നേരെ ലണ്ടൻ ക്യാമ്പസിലോട്ട് വരുമ്പോഴത്തേക്ക് 19,500 pounds മാറും. ഓക്കെ. അപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ലണ്ടനിൽ പോകുമ്പോഴുള്ള മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും. ജോബിന്റെ കാര്യങ്ങളും അവർ കിട്ടാൻ പോകുന്ന എമൗണ്ടിന്റെ ലൈക്ക് മിനിമം വേജ് കിടക്കുന്നത് ഇപ്പം നിലവിലത്തെ മിനിമം വേജ് കിടക്കുന്നത് 12 pounds ആണ്. ഓക്കെ. അപ്പോൾ അവർക്ക് ഇപ്പോൾ 12 pounds കിട്ടിയില്ല, ഒരു 10 poundsലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പണിങ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടുന്നത് കൊണ്ട് ലണ്ടൻ കൂടുതലും ചൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അപ്പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ഒരുപാട് അറ്റത്തേക്ക് പോകരുത്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂറൽ ഏരിയയിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോകരുത്. സ്റ്റിക്ക് ടു മേജർ സിറ്റീസ്. പോർട്സ്മൗത്ത്, ഇപ്പം അടിയെന്നുണ്ടെങ്കിൽ പോർട്സ്മൗത്ത്, ലണ്ടൻ, കോവൻട്രി, ബർമിംഗം, വുൾവറാംപ്ടൺ, ആ ഒരു ഇതിനകത്തേക്ക്. പിന്നെ ലീഡ്സ്, അങ്ങനത്തെ പിന്നെ ഗ്ലാസ്ഗോ, അങ്ങനത്തെ മേജർ സിറ്റികളിൽ ടച്ച് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും അതിനനുസരിച്ചായിരിക്കുള്ളൂ. ഒരുപാട് റൂറലോട്ടോ കാര്യങ്ങൾ മാറാതിരിക്കുന്നതായിരിക്കും പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ വരുന്നത്. സി കമ്മിങ് ടു അയർലൻഡ്, ഈ ഒരു പ്രോബ്ലം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ മൾട്ടിപ്പിൾ സിറ്റീസ് ഉണ്ട്. Okay, and a lot of provinces. So in Ireland, like students are clear. Our doubling city in Delhi, cherry cities nearby. So how are you tackling these students? Like, are they feeling it better compared to? It's an advantage for the students who are choosing Ireland. യെസ്, സ്റ്റുഡൻസ് കൂടുതലും ഡബ്ലിൻ ഏരിയാസിലാണ് നോക്കുന്നത്. കാരണം അവിടെ മെയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി അവിടെ അവൈലബിൾ ആണ്. നാഷണൽ കോളേജ് ഓഫ് അയർലൻഡ്, ഡബ്ലിൻ ബിസിനസ് സ്കൂൾ, ഗ്രിഫിത്ത്, ഇവിടെയൊക്കെ ഫീസും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ് ടു 10,000 വരെ സ്കോളർഷിപ്പ് സ്റ്റുഡൻസിന് കിട്ടാറുണ്ട്. പിന്നെ പാർട്ട് ടൈം കൂടുതലും അവൈലബിളും അക്കോമഡേഷൻ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ളതും ഡബ്ലിൻ ഏരിയയിലാണ്. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് ഈ ഏരിയയിലാണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. And also, what kind of courses are trending right now in Ireland? Because Ireland is known for few courses and few industries. Can you talk about that? ഫാർമസി, IT റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കോഴ്സുകൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് കമ്പനീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് അയർലൻഡിലാണ്. ഇപ്പോൾ ലിങ്ക്ഡിൻ്റെ ആയിക്കോട്ടെ, ഗൂഗിളിൻ്റെ, ആപ്പിളിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് അയർലൻഡിലുണ്ട്. അപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും അയർലൻഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുമല്ല ഇവർക്ക് ഇതിലേക്ക് പെട്ടെന്ന് ക്രിട്ടിക്കൽ സ്കിൽ വിസയിലേക്ക് കൺവേർട്ട് ആയിട്ട് ഇവർക്ക് PR കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. Okay, so PR friendly country ആണ് actually Ireland. Like how about Canada? Like see, Canada was actually literally known for PR friendly country, right? There are a lot of families going to taking their spouse and going to Canada for settling over there. Yes. Now there is an Ireland. So like what are you feeling right now? Like how are students responding? ലൈക്ക് ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ അയർലൻഡിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. Okay. പക്ഷെ കാനഡ ആകുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ പോവാം. Okay. അതെങ്ങനെയാണ് പോകാൻ പറ്റുക? മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ പറഞ്ഞ ഫാമിലി ആയിട്ട്. അഗൈൻ എ കൺഫ്യൂഷൻ റൈറ്റ്, ലൈക്ക് സ്റ്റുഡൻസിന് ഇപ്പോൾ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കാനഡയിൽ കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ദാറ്റ് ഹാസ് ടു ബി ഡിഫറൻഷിയേറ്റഡ്. ദെൻ ദർ ആർ ഡിപ്ലോമ കോഴ്സസ്, അഡ്വാൻസ് ഡിപ്ലോമ കോഴ്സസ്, ദെൻ ദർ ആർ മാസ്റ്റേഴ്സ്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ നമ്മളിവിടെ പറയുന്ന പോലെ. സോ അതിന്റെ ഒരു കൺഫ്യൂഷൻസ് ഒന്ന് ക്ലിയർ ചെയ്യാവോ? മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കുന്നവർക്ക് മാത്രമേ സ്പൗസിനെ അക്കമ്പനി ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഇസ് ദ ഡ്യൂറേഷൻ? 1 year ഉണ്ട്, 2 year ഉണ്ട്. നമുക്ക് 1 year പ്രോഗ്രാമിന് 1 year സ്റ്റേ ബാക്ക് തന്നെ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. 2 year ആണെങ്കിൽ 3 year വരെ സ്റ്റേ ബാക്ക് ഉണ്ട്. സോ മാക്സിമം സ്റ്റുഡൻസിന് നമ്മൾ പറയുമ്പോൾ 2 year പ്രോഗ്രാം തന്നെ എടുക്കാനാണ് കൂടുതലും സജസ്റ്റ് ചെയ്യാറ്. കാരണം 2 year എടുത്താലേ അവർക്ക് 3 year സ്റ്റേ ബാക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു വർക്ക് വിസയിലോട്ട് അല്ലെങ്കിൽ ഒരു PR എന്നുള്ള രീതിയിലേക്ക് അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടുതലും മാസ്റ്റേഴ്സ് തന്നെയായിരിക്കും.
Okay, and those are like major masters are provided by universities, right? അതെ, So what are the basic difference between these colleges and universities? വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ കുറച്ചും കൂടി റാങ്കിങ് വൈസ് കൂടുതലായിരിക്കും, കോളേജസിന് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ കോളേജസിൽ നമുക്ക് മാസ്റ്റേഴ്സ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അവിടെ കൂടുതലും പോസ്റ്റ് ബാക്കലറേറ്റ് ഡിപ്ലോമ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ലൈക്ക് അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. PG ഡിപ്ലോമ മാസ്റ്റേഴ്സും ഇത് രണ്ടും സർട്ടിഫിക്കേഷൻസ് ആണ്, രണ്ടും വേറെ വേറെ സർട്ടിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് കൂടുതലും മാസ്റ്റേഴ്സ് തന്നെ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാറ്. കാരണം നമുക്കൊരു സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് എന്നുള്ള രീതിയിലേക്ക് കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ആയിരിക്കും ബെറ്റർ. And what are the trending courses right now in Canada? കാനഡയിൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് കുറച്ച് പ്രോഗ്രാംസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, ഈ ഫീൽഡിലോട്ടൊക്കെ ഇപ്പോൾ കറൻ്റ്ലി ലേബർ ഷോർട്ടേജിൽ വരുന്ന പ്രോഗ്രാംസ് ആണ്. അതായത് ഇപ്പോൾ അവർക്ക് നഴ്സിംഗ്, മെഡിസിൻ ഇതൊക്കെ അവർക്ക് ഇപ്പോൾ ലേബേഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി പോകുന്ന സ്റ്റുഡൻസ് മാക്സിമം ആ ഒരു ഫീൽഡിലോട്ട് എടുക്കാനാണ് ശ്രമിക്കുക. ലൈക്ക് അവർക്ക് കുറച്ചും കൂടെ ഗ്രോത്ത്, ഒരു ബെറ്റർ കരിയർ ഗ്രോത്ത് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലൈക്ക് എന്ന് വെച്ച് ഒന്നും ലൈക്ക് മാനേജ്മെൻറ്റ് പഠിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും. See, coming to UK, so what do you feel, Neo? Is it a disadvantage for students who are planning to take their spouse along? കാരണം കഴിഞ്ഞ സ്പൗസ് വിസ റദ്ദാക്കി. അതുപോലെ ഒരു PR ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു UK is not known for a PR friendly atmosphere. So how do you tackle your students? ലൈക്ക് കാനഡക്കുള്ള ഇതിനകത്തുള്ള ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ PR കിട്ടിയതിന് ശേഷം പാരൻസിനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. UK എന്ന് വെച്ച് കഴിഞ്ഞാൽ PR കിട്ടി കഴിഞ്ഞാൽ പാരൻസിനെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നടക്കില്ല. അത് മാത്രമാണ് മേജർ ഡിസഡ്വാൻറ്റേജ്. UK വൈഫിനെ കൊണ്ടുപോകാൻ പറ്റുമോ? വൈഫിനെയും കുട്ടികളെയും കൊണ്ടുപോകാൻ പറ്റും. അതെങ്ങനെ പറ്റുക? ഇപ്പം നിലവിൽ എനിക്ക് 2 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവർ റിസർച്ച് കോഴ്സ്, മാസ്റ്റർ ഓഫ് റിസർച്ച് കോഴ്സാണ്. ചില യൂണിവേഴ്സിറ്റികൾ മാസ്റ്റർ ഓഫ് റിസർച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിയറി ക്ലാസ്സുകളില്ല, മൊത്തം റിസർച്ച് ബേസ്ഡ് ക്ലാസ്സിലായിരിക്കും. 120 ക്രെഡിറ്റ്സ് ആയിരിക്കും വരുന്നത്. ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്പൗസിനെയും കൂട്ടിക്കൊണ്ടുപോകാം, കുട്ടികളാണെങ്കിൽ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോകാം. അവർക്ക് ഫാമിലി ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ. ഇപ്പോഴും അവൈലബിൾ ആണ്. അതായത് സർട്ടൻ യൂണിവേഴ്സിറ്റീസിലേക്ക് ഒരു 5-6 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ മാനേജ്മെന്റിന്റെ റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാം ആയിരിക്കും, ചിലപ്പോൾ സയൻസ് ആൻഡ് ഹെൽത്തിന്റെ റിസർച്ച് ബേസ്ഡ് പ്രോഗ്രാം ആയിരിക്കും. അത് മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു പരിധി വരെ നമുക്ക് റിസർച്ച് ബേസ്ഡിന്റെ സബ്ജക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അങ്ങനത്തെ സബ്ജക്ട് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് മാത്രമേ അതെടുത്തിട്ട് കാര്യമുള്ളൂ. ട്രെൻഡിങ് കോഴ്സസ് റൈറ്റ് നൗ ഇൻ UK? ട്രെൻഡിങ് എപ്പോഴും ഇപ്പം നിലവിൽ ലേബർ ഷോർട്ടേജ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഉണ്ട് ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് അവിടുത്തെ നാഷണൽസിന് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ജോലികൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് സ്റ്റുഡൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് മേജർലി ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡുകൾ, എഞ്ചിനീയറിംഗ്, എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡുകളും. ബിസിനസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ബട്ട് അവിടെ ഒരുപാട് ബിസിനസ്സുകൾ ഹാപ്പനിങ് ആണ്. അതായത് ഇപ്പോൾ UK ആസ് എൻ എൻറ്റയർറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80-85,000 കമ്പനികൾ വർക്ക് പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ 85,000 കമ്പനികളിൽ 3 വർഷത്തിനുള്ളിൽ ഒരു കമ്പനിയിൽ കയറി പറ്റിയാൽ മതി ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട്. വർക്ക് പെർമിറ്റ് കിട്ടി, ആ കമ്പനിയുടെ വർക്ക് പെർമിറ്റിന് ശേഷം ഒരു 5, 6, 7 കൊല്ലം നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് PR അപേക്ഷിക്കാം. കിട്ടാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് 7 കൊല്ലമായിട്ട് ആ കൺട്രിയിൽ നിൽക്കണല്ലേ, അപ്പോൾ അതിനനുസരിച്ച് PR അപേക്ഷിക്കാൻ മാത്രമേ ഉള്ളൂ. ലൈക്ക് എല്ലാവരും അങ്ങനെ നിൽക്കില്ല, ചിലവർ മൈഗ്രേറ്റ് ചെയ്ത് മാറും വേറെ രാജ്യങ്ങളിലോട്ടും. കാരണം വൺസ് യു ഹാവ് ആൻ എഡ്യൂക്കേഷൻ ഫ്രം UK, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലോട്ടും വർക്കിനാണെന്നുണ്ടെങ്കിൽ അവരെടുക്കും. So what are the kind of part-time opportunities available over here in UK? UK കൂടുതലും പിള്ളേർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് വെച്ചാൽ സീനിയർ കെയർ ആണ്. അതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ്. സീനിയർ കെയറിൽ എപ്പോഴും ജോലി ഉണ്ടാവും. 1, 2 നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ് എമൗണ്ട് ഉണ്ട്, 1,35,000 ഇൻ ആൻഡ് അറൗണ്ട് വേരിയേഷൻ വരുന്നത്. ആ എമൗണ്ട് തിരിച്ചു കിട്ടും ഒരു 3 മാസം കഴിഞ്ഞ്. IHSന്റെ പേയ്മെന്റ് നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഇതിനകത്ത് തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് നമ്മൾ ഇപ്പോൾ ലോണൊക്കെ എടുത്ത് പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഒരു 1 or 1.5 years കൊണ്ട് നമുക്ക് ഈ ഒരു ഫുൾ എമൗണ്ട് നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ദർ ലൈഫ് സ്റ്റൈൽ കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് അവിടെ ചെന്ന് ഒരുപാട് പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട്, അവിടെ ഒരുപാട് വിനോദങ്ങളുള്ള ഒരു സ്ഥലമാണ്. പാർട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന എമൗണ്ട് അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അവരതിനനുസരിച്ച് നോക്കിയിട്ടും കണ്ണും സേവ് ചെയ്ത് ആദ്യത്തെ ഉത്തരവാദിത്തങ്ങൾ തീർത്താണ് അവർ നീങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് അവർക്ക് ലൈക്ക് എത്രയേ ഉള്ളൂ 20 മണിക്കൂറാണ് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. 20 മണിക്കൂറിൽ ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ 10 പൗണ്ട് മിനിമം വേജിനും താഴെ നമുക്ക് പൈസ കിട്ടുന്ന അല്ലെങ്കിൽ സാലറി കിട്ടുന്ന ഒരു ജോലിയിലാണ് നമ്മൾ കയറുന്ന വിചാരിച്ചോ. ഒരാഴ്ച കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 200 പൗണ്ടാണ്. ഒരു മാസത്തിൽ 4 ആഴ്ചയുണ്ട്. ഏകദേശം 800 പൗണ്ട് നമുക്കൊരു ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. 800 പൗണ്ട് എന്ന് വെച്ചാൽ അറൗണ്ട് 95,000 റുപ്പീസ് വരുന്നുണ്ട്. അത് 20 hours വേണ്ടി മാത്രം. വൺസ് ഒരു ബ്രേക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് അത് 40 hours മാറും. അപ്പൊ ഈ 90-95 എന്നുള്ളത് into 2 ആവും. So there are various advantages. There are opportunities.